പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ അമിതാഭ് കാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയക്കുമെന്ന് സൂചനയുണ്ട്. ഏകീകൃത തിരിച്ചറിയൽ കാർഡ് സമിതിയുടെ മുൻ ചെയർമാൻ അജയ് ഭൂഷണും പരിഗണനാ പട്ടികയിലുണ്ട് എന്നാണ് വിവരം. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം പുതിയ അംഗങ്ങൾ ചുമതലയേറ്റ ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആർക്കെ സമിതിയുടെ യോഗം തുടങ്ങിയോ? ഇന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ഇന്ന് തന്നെ അവർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണല്ലോ വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിൽ ഈ വിജയൻ പറഞ്ഞതിന് അനുബന്ധമായിട്ട് മറ്റു ചില സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള ചില വശങ്ങളുണ്ട്. കാരണം ഈ വിഷയം നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ നിയമനിർമ്മാണത്തിൻ്റെ സാധുത ചോദ്യം ചെയ്താണ് ഈ ഹർജികൾ എത്തുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതും ഒപ്പം ഈ നടപടികൾ ഈ കമ്മീഷണർമാർ അടക്കമുള്ളവർ ചുമതലയേൽക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിലവിൽ സ്റ്റാറ്റസ് കോ എന്നുള്ളത് ഈ കമ്മീഷണർമാർ ചുമതലയേറ്റു എന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. 6 പേരുടെ ഒരു കരട് പട്ടിക തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ മുൻ ED മേധാവിയുടെ പേര് ഈ കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. സഞ്ജയ് മിശ്ര പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിനൊപ്പം PC മോദി, രാധാ S ചൗഹാൻ, ദുർഗാശങ്കർ മിശ്ര, ഒപ്പം ദിബൻഗർ ഗുപ്ത, മഹാപാത്ര തുടങ്ങിയിട്ടുള്ള പേരുകളാണ് ഈ പട്ടികയിലുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 6 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിൽ നിന്ന് നിയമമന്ത്രാലയമാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പട്ടികയിൽ നിന്നായിരിക്കും ഈ കമ്മീഷണർമാർ ആരൊക്കെ ആയിരിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പേരുകൾ ഇനി കടന്നു വരണമെങ്കിൽ അത് പ്രധാനമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ സമിതിക്കുള്ളിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടോ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സമിതി യോഗത്തിന് ശേഷം പുതിയ അംഗങ്ങളെ തീരുമാനിക്കും. ആ അംഗങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കും. നാളെയോ മറ്റന്നാളോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് സാഹചര്യമുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി നാളെ ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തിരക്കിട്ട് തന്നെ പുതിയ അംഗങ്ങളുടെ നിയമനം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേരുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ.